ഓക്കെ, നെക്സ്റ്റ് ഗ്യാഷ്യസ് സ്റ്റേറ്റ്സിൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് കൊളീഷൻ പ്രോപ്പർട്ടീസ്. നമുക്കറിയാം, നമ്മൾ കൈനറ്റിക് തിയറി പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ഗ്യാസ് മോളിക്യൂൾസ് എന്ത് ചെയ്തിട്ടുണ്ട്, ദേ ആർ കൊളൈഡിങ് വിത്ത് ഈച്ച് അതർ ആൻഡ് ഓൾസോ ദേ ആർ കൊളൈഡിങ് വിത്ത് എന്ത് വാൾസ് ഓഫ് ദി കണ്ടെയ്നർ. അവർ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ തമ്മിൽ കൊളൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ നമ്മുടെ കണ്ടെയ്നറിൻ്റെ വാളുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കൊളൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ കൊളീഷൻ നടക്കണമെങ്കിൽ എന്തുണ്ട്, ചില പ്രോപ്പർട്ടീസുകളുണ്ട്. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുക, കൊളീഷൻ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ വരുന്ന ഫസ്റ്റ് കൊളീഷൻ പ്രോപ്പർട്ടി ആണ് എന്ത്, മീൻ ഫ്രീ പാത്ത്. മീൻ ഫ്രീ പാത്ത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ലാംഡ എന്നുള്ള ഒരു ലെറ്റർ വെച്ചിട്ടാണ് നമ്മളിതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. മീൻ ഫ്രീ പാത്ത് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദി ലെറ്റർ എന്ത്, ലാംഡ. ഓക്കെ, അപ്പോൾ കൊളീഷൻ നടക്കണമെങ്കിൽ നമുക്ക് വേണം 2 മോളിക്യൂളെങ്കിലും മിനിമം വേണം, എന്നാൽ മാത്രമേ എന്ത് നടക്കുള്ളൂ, കൊളീഷൻ നടക്കുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഒരു കൊളീഷൻ നടക്കുന്നതിന് മുന്നേ ആ ഒരു മോളിക്യൂൾ എന്ത് ചെയ്യണം, ഇറ്റ് ഹാവ് ടു ട്രാവൽഡ് എ സർട്ടൺ ഡിസ്റ്റൻസ് അല്ലേ. കുറച്ച് ഡിസ്റ്റൻസ് അവരെന്ത് ചെയ്യണം, ട്രാവൽ ചെയ്യണം അല്ലേ. ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഫ്രീ പാത്ത് എന്ന് പറയുന്നത്. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ മോളിക്യൂൾ ബിഫോർ കൊളീഷൻ ഈസ് ടേംഡ് ആസ് എന്ത്, ഫ്രീ പാത്ത്. ഓക്കെ, അപ്പോൾ ഒരു മോളിക്യൂൾ കൊളീഷൻ നടക്കുന്നതിന് മുന്നേ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, ആ ഡിസ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഫ്രീ പാത്ത് എന്ന് പറയും. ഓക്കെ, അപ്പോൾ മീൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞാൽ ദ മീൻ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ മോളിക്യൂൾ ബിറ്റ്വീൻ 2 സക്സസീവ് കൊളീഷൻ ഈസ് കോൾഡ് മീൻ ഫ്രീ പാത്ത്. എന്താ, 2 സക്സസീവ് ആയിട്ടുള്ള കൊളീഷൻ ഉണ്ടാവും, അതായത് അടുപ്പിച്ചടുപ്പിച്ച് എന്തുണ്ടാവും, കൊളീഷൻസ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ആ ഒരു അടുത്തടുത്തുള്ള 2 കൊളീഷൻ നടക്കുമ്പോൾ മോളിക്യൂൾ എന്ത് ചെയ്യണം, 2 പ്രാവശ്യം ട്രാവൽ ചെയ്യണം അല്ലേ. അതിൻ്റെ ഒരു മീൻ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദി ലെറ്റർ ലാംഡ. The mean distance traveled by a molecule between 2 successive collision is called mean free path. ഓക്കെ, അപ്പോൾ മീൻ ഫ്രീ പാത്തിനെ നമ്മൾ ലാംഡ എന്നുള്ള ലെറ്റർ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. അതിൻ്റെ ഇക്വേഷൻ വരിക L1 പ്ലസ് L2 പ്ലസ് എക്സെട്ര LN ഡിവൈഡഡ് ബൈ N ആണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഇവിടെ L1 L2 L3 എന്നൊക്കെ പറയുന്നത് ദാറ്റ് വുഡ് ബി ദ ഫ്രീ പാത്ത് ഫോർ എ മോളിക്യൂൾ. N എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ നമ്പർ ഓഫ് ദി മോളിക്യൂൾ വിച്ച് വിൽ കൊളൈഡ് ചെയ്യുന്ന മോളിക്യൂളിൻ്റെ നമ്പറാണ് ഏത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, N റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ലാംഡ കാണാൻ വേണ്ടിയിട്ട് വേറൊരു ഇക്വേഷനും കൂടി ഉണ്ട്. ഇക്വേഷൻ മാത്രമേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ. ലാംഡ ഇസ് ഈക്വൽ ടു ഈറ്റ ഇൻറ്റു റൂട്ട് ഓഫ് 3 ഡിവൈഡഡ് ബൈ PD, വേർ P എന്ന് പറഞ്ഞാൽ പ്രഷർ ഓഫ് ദി ഗ്യാസ്, ഈറ്റ എന്ന് പറഞ്ഞാൽ കോയിഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. ഓക്കെ, അതുപോലെ D എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ദി ഗ്യാസ്. ഇതാണ് എന്ത്, മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത്. അപ്പം മീൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞാൽ ദ മീൻ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ മോളിക്യൂൾ ബിറ്റ്വീൻ 2 സക്സസീവ് കൊളീഷൻ ഈസ് കോൾഡ് മീൻ ഫ്രീ പാത്ത്. മീൻ ഫ്രീ പാത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ ലാംഡ, ആൻഡ് ലാംഡ ഇസ് ഈക്വൽ ടു ഈറ്റ ഇൻറ്റു റൂട്ട് ഓഫ് 3 ഡിവൈഡഡ് ബൈ PD, where P എന്ന് പറയുന്നത് പ്രഷർ ഓഫ് ദി ഗ്യാസ്, D ഡെൻസിറ്റി ഓഫ് ദി ഗ്യാസ് ആൻഡ് ഈറ്റ ഇസ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് ദി വിസ്കോസിറ്റി ഓഫ് ദി ഗ്യാസ്. ഇത്രയാണ് ഏത്, മീൻ ഫ്രീ പാത്തിനകത്തുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന കൊളീഷൻ പ്രോപ്പർട്ടി ആണ് എന്ത്, കൊളീഷൻ ഡയമീറ്റർ. ഓക്കെ, കൊളീഷൻ ഡയമീറ്റർ. ഓക്കെ, കൊളീഷൻ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കൊളീഷൻ നടക്കണമെങ്കിൽ മിനിമം നമുക്ക് എന്ത് വേണം, 2 മോളിക്യൂളെങ്കിലും വേണം അല്ലേ. അപ്പോൾ 2 മോളിക്യൂൾ പരസ്പരം അടുത്ത് വന്നാൽ മാത്രമേ എന്ത് നടക്കുകയുള്ളൂ, കൊളീഷൻ നടക്കുന്നുള്ളൂ അല്ലേ. സോ ദ ക്ലോസസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റർ ഓഫ് ദി 2 മോളിക്യൂൾസ് ടേക്കിംഗ് പാർട്ട് ഇൻ എ കൊളീഷൻ ഈസ് കോൾഡ് കൊളീഷൻ ഡയമീറ്റർ. അതായത് 2 മോളിക്യൂൾ ഉണ്ട്. ഓക്കെ, ആ 2 മോളിക്യൂളിൻ്റെ സെൻറ്റർ തമ്മിലുള്ള ആ ഒരു ചെറിയ ആ ഒരു ഡിസ്റ്റൻസ്, ആ ഒരു ക്ലോസസ്റ്റ് ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൊളീഷൻ ഡയമീറ്റർ എന്ന് പറയുന്നത്. അതായത് 2 മോളിക്യൂൾ തമ്മിലാണ് കൊളീഷൻ, മിനിമം 2 മോളിക്യൂൾ ഉണ്ടെങ്കിലേ കൊളീഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു കൊളീഷൻ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അവരൊരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാത്രമേ അടുത്ത് വരുള്ളൂ. അതിന് ബിയോണ്ട് എന്ത് ചെയ്യില്ല, അവർ ക്ലോസ് ആയിട്ട് വരില്ല. ആ ഒരു ക്ലോസസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൊളീഷൻ നടക്കാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു ക്ലോസസ്റ്റ് ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയുക, കൊളീഷൻ ഡയമീറ്റർ എന്ന് പറയും. ഇപ്പോൾ കൊളീഷൻ ഡയമീറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്ത് നടക്കുകയുള്ളൂ, കൊളീഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താ, ദ ക്ലോസസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സെൻറ്റർ ഓഫ് ദി 2 മോളിക്യൂൾസ് ടേക്കിംഗ് പാർട്ട് ഇൻ എ കൊളീഷൻ ഈസ് കോൾഡ് എന്ത്, കൊളീഷൻ ഡയമീറ്റർ. അതായത് ഇവിടെ വരച്ചിരിക്കുന്നത് 2 മോളിക്യൂൾ ഉണ്ട്, അവരുടെ സെൻറ്റർ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്,
കൊളീഷൻ ഡയമീറ്റർ എന്ന് പറയുന്നത് കൊളീഷൻ ഡയമീറ്ററിനെ നമ്മൾ സിഗ്മ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. മീൻ ഫ്രീ പാത്തിനെ നമ്മൾ ഏത് വെച്ചിട്ടായിരുന്നു റെപ്രസെന്റ് ചെയ്തത്? ലാംഡ. കൊളീഷൻ ഡയമീറ്ററിനെ സിഗ്മ വെച്ചിട്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ കൊളീഷൻ ഡയമീറ്റർ. അതായത് കൊളീഷൻ നടക്കാൻ ആവശ്യമായിട്ടുള്ള ദ ക്ലോസസ്റ്റ് ഡിസ്റ്റൻസ്, ഇതിനാണ് എന്തെന്ന് പറയുന്നത്? കൊളീഷൻ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് വരുന്ന കൊളീഷൻ പ്രോപ്പർട്ടിയാണ് ഏത്? കൊളീഷൻ ഫ്രീക്വൻസി. കൊളീഷൻ ഫ്രീക്വൻസി. കൊളീഷൻ ഫ്രീക്വൻസിന്റെ ഡെഫിനിഷൻ വരുന്നത് ദ നമ്പർ ഓഫ് ദി മോളിക്കുലാർ കൊളീഷൻസ് ടേക്കിംഗ് പ്ലേസ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദി ഗ്യാസ്. അതായത് നമ്പർ ഓഫ് ദി മോളിക്കുലാർ കൊളീഷൻസ്, അതിനാണ് നമ്മൾ എന്തെന്ന് പറയുക? കൊളീഷൻ ഫ്രീക്വൻസി. പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദി ഗ്യാസ്. എത്ര കൊളീഷൻസ് നടക്കുന്നുണ്ട് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദി ഗ്യാസ്, അതിനാണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ കൊളീഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, സോ കൊളീഷൻ, ദ ടോട്ടൽ കൊളീഷൻ കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് ഈ ഇക്വേഷൻ പഠിക്കുക. സെറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് ദി കൊളീഷൻ taking place per second, that is given by z is equal to √2 pi into v bar into sigma square into n square. Okay, the total number of the collision takes place per second, that is z is equal to √2 pi v bar into sigma square into n square, where v bar എന്ന് പറഞ്ഞാൽ എന്താണ്? that would be the average velocity. sigma എന്ന് പറയുന്നത് എന്താണ്? collision diameter ആണ്. ഓക്കെ, അതാണ് നമുക്ക് ഏത് കാണാൻ? ടോട്ടൽ നമ്പർ ഓഫ് ദി കൊളീഷൻ കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം കൊളീഷൻ എന്ന് പറയുന്നത് രണ്ട് മോളിക്യൂൾ തമ്മിലാണ് നടക്കുന്നത് അല്ലേ? സോ ദ ടോട്ടൽ നമ്പർ ഓഫ് ദി കൊളീഷൻ പെർ സെക്കൻഡ് പെർ വോളിയം പെർ യൂണിറ്റ് വോളിയം ഓഫ് ദി ഗ്യാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? Z/2 ആയിരിക്കും നമുക്ക് വരിക. ഓക്കെ, കാരണം കൊളീഷൻ നടക്കുന്ന രണ്ട് മോളിക്യൂളിലാണ്. നമുക്ക് വേണ്ടുന്ന ഡെഫിനിഷൻ പ്രകാരം നമ്മുടെ കൊളീഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്പർ ഓഫ് ദി മോളിക്കുലാർ കൊളീഷൻസ് ടേക്കിംഗ് പ്ലേസ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദി ഗ്യാസ്. സോ നമ്മൾ Z/2 എന്ന് എടുക്കും. ഓക്കെ, Z/2 എടുത്താൽ എന്ത് വരും? /2. അപ്പോൾ നമുക്ക് 2നെ നമുക്ക് √2 × √2 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ √2 ക്യാൻസൽ വരുന്ന സമയത്ത് എന്ത് കിട്ടും? നമ്മുടെ കൊളീഷൻ ഫ്രീക്വൻസി ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു വി ബാർ ഇൻറ്റു സിഗ്മ സ്ക്വയർ ഇൻറ്റു എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ √2. ഇതാണ് ഏത് കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ? കൊളീഷൻ ഫ്രീക്വൻസി കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ. നമ്പർ ഓഫ് ദി മോളിക്കുലാർ കൊളീഷൻസ് ടേക്കിംഗ് പ്ലേസ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദി ഗ്യാസ്. ഓക്കെ, അതാണ് എന്ത്? കൊളീഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് കൊളീഷൻ പ്രോപ്പർട്ടിയാണ് ഏത്? കൊളീഷൻ നമ്പർ. ഓക്കെ, കൊളീഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് കൊളീഷൻസ് സഫേർഡ് ബൈ എ സിംഗിൾ മോളിക്യൂൾ പെർ യൂണിറ്റ് ടൈം പെർ യൂണിറ്റ് വോളിയം ഓഫ് എ ഗ്യാസ്, അതിനാണ് എന്തെന്ന് പറയുക? കൊളീഷൻ നമ്പർ എന്ന് പറയുന്നത്. അതായത് ഒരു സിംഗിൾ മോളിക്യൂൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ദി കൊളീഷൻ പെർ യൂണിറ്റ് ടൈം പെർ യൂണിറ്റ് വോളിയം ഓഫ് ദി ഗ്യാസ്, അതിനാണ് എന്തെന്ന് പറയുക? കൊളീഷൻ നമ്പർ. കൊളീഷൻ ഫ്രീക്വൻസി എന്തായിരുന്നു? ടോട്ടൽ നമ്പർ ഓഫ് ദി മോളിക്കുലാർ കൊളീഷൻസ് ടേക്കിംഗ് പ്ലേസ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദി ഗ്യാസ്, വേർ കൊളീഷൻ നമ്പർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ദി കൊളീഷൻ സഫേർഡ് ബൈ എ സിംഗിൾ മോളിക്യൂൾ പെർ യൂണിറ്റ് ടൈം പെർ യൂണിറ്റ് വോളിയം ഓഫ് എ ഗ്യാസ്. ഓക്കെ, ഇതും നമ്മൾ Z എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. കൊളീഷൻ നമ്പർ ഇസ് ഈക്വൽ ടു √2 പൈ ഇൻറ്റു വി ബാർ ഇൻറ്റു സിഗ്മ സ്ക്വയർ ഇൻറ്റു റോ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കൊളീഷൻ ഫ്രീക്വൻസി ഉണ്ടല്ലേ, അത് തന്നെ √2 ഇൻറ്റു പൈ ഇൻറ്റു വി ബാർ സ്ക്വയർ ഇൻറ്റു സിഗ്മ സ്ക്വയർ ഇൻറ്റു എൻ സ്ക്വയർ. ഓക്കെ, ഇതാണ് അത്രയേ ഉള്ളൂ കൊളീഷൻ നമ്പറിനകത്ത്. ഒന്നുകിൽ കൊളീഷൻ ഫ്രീക്വൻസിൻ്റെ അതേ ഇക്വേഷൻ എഴുതാം, അല്ലെങ്കിൽ മുകളിൽ പറഞ്ഞതുപോലെ √2 പൈ വി ബാർ സ്ക്വയർ ഇൻറ്റു സിഗ്മ സ്ക്വയർ ഇൻറ്റു റോ. റോ എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മൾ ഡെൻസിറ്റിയാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത്രയായാലും ഏതായി? കൊളീഷൻ ഫ്രീക്വൻസി വരെയുള്ള കാര്യങ്ങൾ അല്ല, കൊളീഷൻ പ്രോപ്പർട്ടീസ് മൊത്തമായി അല്ലേ? മീൻ ഫ്രീ പാത്ത് പഠിച്ചു. കൊളീഷൻ ഡയമീറ്റർ. മീൻ ഫ്രീ പാത്ത് എന്തായിരുന്നു? ദ മീൻ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ മോളിക്യൂൾ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻ ആണ് എന്ത്? മീൻ ഫ്രീ പാത്ത്. കൊളീഷൻ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ദ ക്ലോസസ്റ്റ് ഡിസ്റ്റൻസ് ടു ടേക്കിംഗ് പ്ലേസ് ദി കൊളീഷൻ ഈസ് നോൺ ആസ് എന്ത്? കൊളീഷൻ ഡയമീറ്റർ. കൊളീഷൻ ഫ്രീക്വൻസി the total number of the molecular collisions taking place per second per unit volume of the gas, and collision number means the number of the collisions that is suffered by a single molecule per unit time per unit volume of the gas, അതാണ് എന്ത്? collision number. ഓക്കെ, അപ്പോൾ ഇത്രയായാലും നമ്മൾ gaseous statesൻ്റെ കുറച്ച് ഭാഗം കവർ ചെയ്തു. ഇനിയും നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഓക്കെ, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് gaseous molecule ഒക്കെ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ.